Now even God is not supporting Congress. Narendra Modi is now Surendra Modi. He is the Lord of gods. Number 3. നമസ്കാരം. സഭയിൽ KC ശബ്ദമുയർത്തിയത് രാഹുലിന് കൂടുതൽ ആവേശമായി. കഴിഞ്ഞ ദിവസം സഭയിൽ രാഹുലിൻ്റെ ഊഴമായിരുന്നെങ്കിൽ ഇന്നലെ അത് തീർത്ത് കത്തിച്ചത് KC വേണുഗോപാലായിരുന്നു. രാഹുൽ തനിക്ക് പറയാനുള്ളതെല്ലാം വളയങ്ങൾക്ക് പുറത്തു ചാടി വളരെ വ്യക്തമായിട്ടും അതുപോലെ തന്നെ നിർഭയമായിട്ടും പറഞ്ഞപ്പോൾ KC വേണുഗോപാൽ മറുപടി പറഞ്ഞത് ഓരോന്നും എണ്ണി എണ്ണി ചോദിച്ചാണ്. How many children they have? How many children they check their ministers and MP? How many children they have? Because he only told this to the country. Now even God is not supporting Congress. Narendra Modi is now Surendra Modi. He is the Lord of gods. So Narendra Modi is an aunt of Lord Rama and Vishnu who take care of us. Then you are Hindu. We people are anti-Hindu. All this passion, BJP. Manipur is not part of the country. But what happened to Manipur? Everybody knows that. At least that entire episode of Manipur is a result of this government's activities. Thank you. So, sir, I am concluding my speech by quoting father of nation Mahatma Gandhi. നന്ദി പ്രമേയ ചർച്ചയിൽ പറഞ്ഞതും പ്രധാനമന്ത്രി പറഞ്ഞതും പൊതുയോഗങ്ങളിൽ സംസാരിച്ചതും മന്ത്രിമാർ പറഞ്ഞതുമൊക്കെ വളരെ മനോഹരമായിട്ടാണ് KC വേണുഗോപാൽ ലോക്സഭയിൽ വരച്ചു കാട്ടിയത്. അതായത് ലോക്സഭയിലെ പ്രസംഗങ്ങളിൽ മികച്ച ഒന്നായിരുന്നു KC വേണുഗോപാൽ ഇന്നലെ നടന്നത്. അതിൽ ആദ്യം അദ്ദേഹം ചോദ്യം ചെയ്തത് ഒരു സ്റ്റേബിൾ ഗവൺമെന്റ് ഉണ്ടാക്കിയെന്ന് നന്ദി പ്രമേയ ചർച്ചയിൽ പ്രസിഡന്റ് പറഞ്ഞത് എങ്ങനെയായിരുന്നുവെന്നാണ്. ഇതായിരുന്നു ആ ചോദ്യം. അതായത് ഇലക്ഷന് മുമ്പ് പറഞ്ഞതും പിന്നീട് ഇപ്പോൾ പറയുന്നതുമൊക്കെയാണ് അദ്ദേഹം ചോദ്യം ചെയ്തുകൊണ്ട് എങ്ങനെയാണ് സ്റ്റേബിൾ ഗവൺമെൻറ് എന്നുള്ള ചോദ്യം ഉയർത്തിയത്. പിന്നീട് അദ്ദേഹം ചർച്ചയ്ക്ക് വിഷയമാക്കിയത് സ്കാമിനെ കുറിച്ചായിരുന്നു. അതായത് കുംഭകോണങ്ങളെക്കുറിച്ച് ഇന്നലെ പരാമർശം നടത്തിയതിനെക്കുറിച്ച് അദ്ദേഹം വളരെ കൃത്യമായിട്ട് തൻ്റെ നിലപാട് പറഞ്ഞു. അതായത് നിരവധി കുംഭകോണങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇറിഗേഷൻ കുംഭകോണത്തെക്കുറിച്ചും ആദർശ് ഫ്ലാറ്റ് അഴിമതിയെക്കുറിച്ചുമൊക്കെ പറഞ്ഞവർ എവിടെയാണ് എന്ന ചോദ്യമാണ് KC വേണുഗോപാൽ സഭയിൽ ഉയർത്തിയത്. പിന്നീട് അദ്ദേഹം പറഞ്ഞത് രാഹുൽ ഗാന്ധിയെ നരേന്ദ്രമോദി പരിഹസിച്ച വിഷയത്തെക്കുറിച്ചാണ്. റായ്ബറേലിയിൽ അദ്ദേഹം മത്സരിക്കാനെത്തുന്നത് വയനാട് തോൽക്കുമെന്ന് അറിഞ്ഞുകൊണ്ടാണെന്നും വയനാടും റായ്ബറേലിയും തോൽക്കുമെന്നും അമേഠിയുടെ കഥ അറിയാമല്ലോ എന്നും പ്രസംഗിച്ചതിനെക്കുറിച്ച് KC വേണുഗോപാൽ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു. അമേഠിയിൽ കിഷോരിലാൽ ശർമ്മയെ അവതരിപ്പിക്കുമ്പോൾ ഗാന്ധി കുടുംബത്തിൻ്റെ ശിപായി എന്ന് വിശേഷിപ്പിച്ച് പരിഹസിച്ച അദ്ദേഹം അമേഠിയിൽ നിന്നും വിജയിച്ചത് സാക്ഷാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി വാരണസിയിൽ നിന്ന് വിജയിച്ചതിനേക്കാൾ മികച്ച ഭൂരിപക്ഷത്തോടെയാണെന്ന് അദ്ദേഹം കണക്കുകൾ ഉദ്ധരിച്ച് പറഞ്ഞപ്പോൾ പാർലമെന്റിൽ സ്വാഭാവികമായിട്ടും വലിയ കയ്യടിയാണ് ഉയർന്നത്. അവിടെ നിന്ന് അദ്ദേഹം പോയത് ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തിയ എല്ലാവരെയും ഞെട്ടിച്ച ഹെയ്റ്റ് സ്പീച്ചിലേക്കാണ്. നിശബ്ദമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ പോലും സാക്ഷികളായിട്ട് നിന്ന ഹെയ്റ്റ് സ്പീച്ചും അതിൻ്റെ പ്രത്യാഘാതങ്ങളും അതോടൊപ്പം തന്നെ അതിനോട് ജനങ്ങൾ പ്രതികരിച്ച രീതിയും ഭരണഘടനയുടെ ചട്ടങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് KC വേണുഗോപാൽ അത് വിശദീകരിക്കുകയായിരുന്നു. ഇലക്ഷൻ കോഡ് ഓഫ് കോണ്ടാക്റ്റിലെ 123 ബ്രാക്കറ്റിൽ 3A എന്ന ഇതിൽ പറയുന്ന ആ ക്ലോസിൽ പറയുന്നതാണ് ഇത്. അദ്ദേഹം ഉദ്ധരിച്ചത് ഇതാണ്. ഇത് ഇലക്ഷനിൽ ഒരു കറപ്ഷൻ പ്രാക്ടീസായിട്ട് പറഞ്ഞതാണ്. പിന്നീട് അദ്ദേഹം പ്രധാനമന്ത്രി പറഞ്ഞതിനെക്കുറിച്ച് പറഞ്ഞു. ബെൻസ്വാരയിൽ പ്രസംഗിച്ച മോദിയുടെ പ്രസംഗത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ KC വേണുഗോപാൽ പാർലമെന്റിൽ ഉന്നയിച്ചപ്പോൾ ശരിക്കും ആ പഴയ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ ശൗര്യമാണ് സഭയിൽ ഉയർന്നു വന്നത്. ഒടുവിൽ ബെൻസ്വാരയിൽ ഇത്രമേൽ വിദ്വേഷം നിറഞ്ഞ പ്രസംഗം നടത്തിയിട്ടും 2,63,000 പരം വോട്ടുകൾക്ക് ഇന്ത്യ മുന്നണിയുടെ MP ആണ് അവിടെ നിന്ന് വിജയിച്ചത് എന്നുള്ള കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അങ്ങനെ അദ്ദേഹം പറയുമ്പോഴും പാർലമെന്റിൽ കരഘോഷമുയരുന്നത് സ്വാഭാവികമാണ്. പ്രധാനമന്ത്രിയുടെ വിദ്വേഷ പ്രസംഗങ്ങളാണ് അദ്ദേഹം ഇവിടെ പ്രധാന വിഷയമാക്കിയത്. KC ഇത് പറയുമ്പോൾ ലോക്സഭയിൽ JDSന്റെ കുമാരസ്വാമി ആയിരിക്കും ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒപ്പം ഈ പ്രസംഗത്തിൽ ഇടപെടാനായിട്ട് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജ്ജു നടത്തിയ വിഭജ ശ്രമങ്ങളും ഉണ്ടായി എന്നതും മറ്റൊരു കാര്യമാണ്. അപ്പോൾ ആ പാർലമെന്റ് പ്രൊസീജിയർ കണ്ടവർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം തന്നെയാണിത്. കാരണം രാജസ്ഥാനിൽ അദ്ദേഹം പറഞ്ഞത് കൂടുതൽ കുട്ടികളുള്ളവർക്ക് എന്നാണ് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും അങ്ങനെ പറയണമെങ്കിൽ പോലും സ്വന്തം മന്ത്രിമാർക്ക് എത്ര മക്കളുണ്ടെന്ന് പ്രധാനമന്ത്രി അന്വേഷിച്ചിട്ടുണ്ടോ എന്ന പരിഹാസകരമായിട്ടുള്ള ചോദ്യമാണ് KC വേണുഗോപാൽ പ്രധാനമന്ത്രിയുടെ വാക്കുകൾക്ക് നേരെ ഉയർത്തിയത്. How many children they have?
How many children they check their ministers and MP, how many children they have? Because he only told this to the country. Ayodhya, yesterday we already narrated about Ayodhya. Sir, this is what I'm telling. This is actually anti-constitutional. I quote the constitutional provision. This is actually against the constitution. Prime Minister, as a candidate, as a political leader, violate the entire constitution. വലിയ രീതിയിലുള്ള ശബ്ദമുയർത്തിയാണ് KC പാർലമെന്റിൽ തന്റെ ഈ വിഷയം സ്ഥാപിച്ചെടുത്തത്. പിന്നീട് അദ്ദേഹം നേരെ പോയത് ഹിന്ദുമത വിശ്വാസത്തിന്റെ അവകാശം ആർക്കാണ് എന്നുള്ളതാണ്. അതിൽ അദ്ദേഹം പറയുന്നത് യഥാർത്ഥ ഹിന്ദുമത വിശ്വാസം പറയുന്നത് ദൈവത്തിനേക്കാൾ വലുത് മറ്റൊന്നില്ല എന്നാണ്. എന്നാൽ JP നദ്ദ അടക്കമുള്ളവർ, കങ്കണ റാവത്ത് അടക്കമുള്ളവർ പ്രധാനമന്ത്രിയെ ദൈവവിശ്വാസികൾ ദൈവത്തിന് തുല്യമായിട്ട് കാണണമെന്നും ജഗന്നാഥൻ ഈ പറയുന്ന പ്രധാനമന്ത്രിയെയാണ് പിന്തുടരുന്നതെന്നുമൊക്കെയുള്ള തരത്തിലുള്ള സംഭാഷണങ്ങൾ അദ്ദേഹം ഉദാഹരണമായിട്ട് പറഞ്ഞു. Honorable LOP already told about the non-biological birth of our Prime Minister. Of course, he is not biologically born like us. What is BJP, sir? Sir, Sambit Patra, 25-24. Lord Jagannatha is Modi Bhakt. Lord Jagannatha is Modi Bhakt. Sir, 22-6-20, JP Nadda ji. Now, even God is not supporting Congress. Narendra Modi is now Surendra Modi. He is the Lord of Gods. എന്ന് മാത്രമല്ല, രാവണനാണ് യഥാർത്ഥ ക്യാരക്ടർ എന്നും രാമൻ വെറും ഒരു സ്ട്രക്ചറലായിട്ട് പിക്ചറൈസ് ചെയ്തിരിക്കുകയാണെന്നും അതുകൊണ്ട് തന്നെ അതൊന്നും ഒരു യാഥാർത്ഥ്യമല്ലെന്നും പറഞ്ഞ ജിതിൻ റാം അഞ്ചി എന്ന പറയുന്ന UP-യിലെ ദളിത് നേതാവായിരുന്ന MP ആയിരുന്നയാൾ ഇന്ന് UP ഗവൺമെന്റിലെ മന്ത്രിയായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആരാണ് ഹിന്ദു വിശ്വാസത്തിന് വിരുദ്ധരായിട്ടുള്ളതെന്ന് സഭയിൽ വളരെ ഭംഗിയായിട്ട് KC വേണുഗോപാൽ ചോദിക്കുകയാണ്. ആരാണ് യഥാർത്ഥ വിശ്വാസി, നിങ്ങളാണോ അതോ ഞങ്ങളാണോ എന്നാണ് KC ചോദിക്കുന്നത്. Number 3, Sir, Narendra Modi is an aunt of Lord Rama and Vishnu who take care of us. This is by Kangana Rawat ji. Then, Sir, Bajranga Bali is a Dalit, forest dweller, hill dweller and deprived Yogi Adityanath. Sir, Ravan was an intellectual. Please hear this. Your cabinet, there is a minister. Your cabinet, in your cabinet, there is a minister. Ravan was an intellectual, where Rama is an imaginary. I don't consider Ramayana is to be a true story, nor do I accept the fact that Lord Ram was a great historical person. Jitin Ram Banchi, cabinet minister of yours. Then you are Hindu. We people are anti-Hindu. All this passion, BJP. നിങ്ങൾ ഹിന്ദുക്കളെ ഇലക്ഷനെ വിഭജിക്കാൻ വേണ്ടി നിയോഗിക്കുകയാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. വളരെ കൃത്യവും വ്യക്തവുമായിട്ടാണ് ഹിന്ദു വിശ്വാസത്തിൻ്റെ അവകാശം ആർക്കാണെന്ന് KC ചോദിച്ചത്. എന്നാൽ അവിടെയും KC അവസാനിപ്പിച്ചില്ല. പിന്നെ അവിടെ നിന്ന് പോയത് അംബാനി അദാനിയിലേക്കാണ്. അതായത് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങളുടെ ചില ഭാഗങ്ങൾ നീക്കം ചെയ്തിരുന്നു, അതായത് എക്സ്പെഞ്ച് ചെയ്തിരുന്നു. അതിൽ ചില പേരുകൾ പറഞ്ഞാൽ എക്സ്പെഞ്ച് ചെയ്യപ്പെടുന്നത് പുതിയ ഇന്ത്യയുടെ പാർലമെന്ററി ജനാധിപത്യത്തെക്കുറിച്ചാണെന്നും അദ്ദേഹം പറഞ്ഞു. അവർ രണ്ടുപേരുടെയും പേരുകൾ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ നിന്ന് ഒഴിവാക്കിയതാണ് KC വേണുഗോപാൽ പറഞ്ഞത്. That has been expunged yesterday. That has been expunged because I only talking about the two people. പിന്നെ അദ്ദേഹം പോയത് വർത്തമാന കാലഘട്ടത്തിലെ ചോർച്ചകളിലേക്കാണ്. പല രീതിയിലുള്ള അഴിമതികളുമാണ് അദ്ദേഹം തുറന്നു കാട്ടിയത്. എന്തിനേറെ കോടികൾ മുടക്കി പണി കഴിപ്പിച്ച അയോധ്യ രാമക്ഷേത്രത്തിൽ ചോർച്ച, അയോധ്യയിലേക്കുള്ള റോഡുകളും തകർന്നിരിക്കുന്നു, അയോധ്യ റെയിൽവേ സ്റ്റേഷനിലെ ചുറ്റുമതിൽ തകർന്നു വീണിരിക്കുന്നു, അടൽ സേതുവിൽ ഇതാ വിള്ളൽ വീണ് തുടങ്ങിയിരിക്കുന്നു, പ്രകൃതി മൈതാൻ ടണലിൽ മുഴുവൻ വെള്ളക്കെട്ട്, ബുണ്ടേൽഖണ്ഡ് എക്സ്പ്രസ് വേയിൽ ഗർത്തങ്ങൾ, ബീഹാറിൽ ആരാരിയ പാലം ഉദ്ഘാടനത്തിന് മുമ്പ് തകർന്നു വീണു, ബാംഗ്ലൂർ T2 ടെർമിനലുകളിൽ വെള്ളക്കെട്ട്, ഡൽഹിയിലും ഗുജറാത്തിലും വിമാനത്താവള മേൽക്കൂരകൾ തകർന്നു വീണു. അങ്ങനെ ഈ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നടക്കുന്ന ചോർച്ചകൾ അദ്ദേഹം സഭയിൽ അക്കമിട്ട് നിരത്തുകയാണ്. പിന്നെയും അവിടെ നിന്ന് അദ്ദേഹം പോയത് ഇലക്ട്രൽ ബോണ്ട് സിസ്റ്റത്തെക്കുറിച്ചാണ്. ഇത്തരം വർക്കുകൾ നടത്തുന്നവർ ഇലക്ട്രൽ ബോണ്ടിലൂടെ കാശ് നൽകുന്ന വിവരം വളരെ ഭംഗിയോടുകൂടിയാണ് KC പറഞ്ഞ് വെല്ലുവിളിക്കുന്നത്. നിങ്ങൾക്കൊരു ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി ഉണ്ടാക്കി ഇലക്ട്രൽ ബോണ്ടിന്റെ ഇമ്പാക്റ്റ് പഠിക്കാൻ ധൈര്യമുണ്ടോ എന്ന ചോദ്യം പ്രതിപക്ഷ നിരയിൽ നിന്നും ആരും ഏറ്റെടുത്തില്ല. പിന്നീട് അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ചത് ഏറ്റവും അവസാനമായിട്ട് മണിപ്പൂരിനെ പറഞ്ഞുകൊണ്ടാണ്. മനുഷ്യത്വം മരവിച്ച മണിപ്പൂരിനെക്കുറിച്ച്, മനുഷ്യനെ നശിപ്പിച്ച മണിപ്പൂരിനെക്കുറിച്ച്, മനുഷ്യത്വം നശിപ്പിച്ച മണിപ്പൂരിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. Manipur is not part of the country. One of the best state of our country, one of the beautiful state of our country with cultural heritage,
and very, very interesting and intelligent people living the state. But what happened to Manipur? Everybody knows that. At least that entire episode of Manipur is a result of this government's activities. Thank you. Please, kind. So, sir, I am concluding my speech by quoting father of nation Mahatma Gandhi. മഹാത്മാഗാന്ധിയെ പറഞ്ഞപ്പോഴും KC വളരെ പരിഹാസകരമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു. താൻ 5 വയസ്സുള്ളപ്പോൾ മുതൽ കേൾക്കുന്നതാണ് മഹാത്മാഗാന്ധിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചും. പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി കേട്ടത് ആ ഒരു സിനിമയ്ക്ക് ശേഷമാണ് എന്നാണ് അദ്ദേഹം പരിഹാസ രൂപേണ പറയുന്നത്. കൗതുകമുണ്ടാക്കിയത്രേ അദ്ദേഹത്തിന്. This is the biggest surprise for us. When I was childhood, I was studying in first standard, I heard about Mahatma Gandhi. Every Indians, every people who living abroad also heard about Mahatma Gandhi. Our Prime Minister is telling, we know about Mahatma Gandhi only after the Modi film, Gandhi film. Sorry, sir. Sir, well, Gandhi, I am trying to quote, no perfect democracy is possible. It's a quote. Without a perfect non-violence at the back of it, we believe. ഒരിക്കലും ഒരു പൂർണ്ണ ജനാധിപത്യം പൂർണ്ണ അഹിംസയിലൂടെ അല്ലാതെ ഉണ്ടാകില്ല എന്ന് പറഞ്ഞ ഗാന്ധിജിയുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ രാത്രിയിൽ അഹമ്മദാബാദിലെ കോൺഗ്രസ് ഓഫീസ് തകർത്തതുകൂടി പരാമർശിച്ചാണ് KC തൻ്റെ ആ ഒരു പ്രസംഗം അവസാനിപ്പിക്കുന്നത്. ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.